ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സമങ്ക. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ നന്നായിട്ട് പോകുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്നുള്ളത് പ്രത്യേകിച്ച് പറയണമെന്നില്ലല്ലോ അല്ലേ. നമ്മുടെ 3 പീസ് സെറ്റ് തന്നെയാണ്. എന്നും നമുക്ക് ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ് 3 പീസ് സെറ്റ്. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി 3 പീസ് സെറ്റിൻ്റെ കളക്ഷൻ ആയിട്ടാണ് കേട്ടോ. നമ്മൾ വെറൈറ്റി പലതും ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഈ ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഇതൊക്കെ കൊണ്ടുവന്നല്ലേ പറ്റുള്ളൂ. കുറേ പേരെങ്കിലും ഈ ഒരു പ്രിൻറ്റ് കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഇതിൻ്റെ ഒരു കോഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കോഡ് സെറ്റൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നും യൂസ് ചെയ്യണമെന്നില്ല അല്ലേ. ഇത്തിരി പ്രായമായിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിലും കോഡ് സെറ്റ് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു 3 പീസ് സെറ്റ് ഈ ഒരു അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ. ലാസ്റ്റത്തെ 3 പീസ് സെറ്റ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് അറിയാം. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലേ പാകിസ്ഥാനി ദുപ്പട്ട. അപ്പോൾ അതുമായിട്ട് ഏകദേശം ഒരു സിമിലറായിട്ടൊക്കെ നിൽക്കുന്ന ഒരു എന്താ പറയുക, ഒരു കളക്ഷൻ ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ ആ ഒരു 3 പീസ് സെറ്റ്. ഒത്തിരി പേര് നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും തന്നെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. ഓൾമോസ്റ്റ് എല്ലാവരുടെയും തന്നെ നമുക്ക് ഇവിടുന്ന് ഷോപ്പിൽ നിന്ന് ഡിസ്പാച്ച് ആയിട്ടുണ്ട്. അധികം വൈകാണ്ടൊക്കെ തന്നെ കിട്ടും. കിട്ടിയവരെല്ലാവരും ഹാപ്പി ആണെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഒരു പാകിസ്ഥാനി ദുപ്പട്ടയുടെയൊക്കെ ഒരു സ്റ്റൈലിലാണ് ആ ഒരു 3 പീസ് സെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കുറച്ചുകൂടെ ഒരു അബ്സ്ട്രാക്ട് പാറ്റേൺ ആയിട്ട്, എന്താ കുറച്ചുകൂടെ ഒരു ജിയോമെട്രിക്കൽ പാറ്റേൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ വരുന്നൊരു പ്രിൻ്റാണ് കേട്ടോ. തവണ 3 പീസ് സെറ്റ് വന്നിട്ടുള്ളത് ഒരു എന്താ പറയുക, പ്രിൻ്റ് വരുന്നത് ഒരു ജിയോമെട്രിക്കൽ പാറ്റേണിലാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരെ ഈ ഒരു പ്രിൻറ്റിൻ്റെ ഇപ്പോൾ റെഡി ആയിട്ട് വന്നതേ ഉള്ളൂ. ലോക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കയ്യിൽ കിട്ടിയ ഉടനെ വീഡിയോ എടുത്തിടുകയാണ്. കാരണം നമുക്ക് സീസൺ ടൈം ആകുമ്പോൾ എത്ര ദിവസം ഇത് ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം എല്ലാവർക്കും കിട്ടണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് ഞാൻ കൂടുതൽ ഇത് ഫിനിഷിങ് പ്രോസസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് സ്റ്റിച്ച് ചെയ്ത് വന്ന ഉടനെ വീഡിയോ ചെയ്തിടുന്നത് കേട്ടോ. സ്റ്റിച്ചിങ് ഫിനിഷ് ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി പ്രോസസ്സിംഗ് ആണ് ഉള്ളത്. ലോക്ക് ചെയ്യാനൊക്കെ ഉണ്ട്, അതൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ ഇത് ലൈൻ കൺസെപ്റ്റിലാണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത്. ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ റിംഗിൾ റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഒരു ക്രേപ്പിൻ്റെ തന്നെ ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ്. ഡെൽറ്റ പ്രിൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിലാണ് നമ്മൾ ദുപ്പട്ടയും ബോട്ടവും ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്രിൻറ്റിലാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ഒരു പ്രിൻറ്റിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നത്. ഒരു ജിയോമെട്രിക്കൽ പാറ്റേൺ ഒക്കെ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ട്രയാങ്കിളൊക്കെ പോലെയൊക്കെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഒരു പാറ്റേണിൽ നിന്ന് ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ട് ഒരു സ്ക്വയർ യോക്കാണ് കേട്ടോ ഇത്തവണ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ആരോ ചോദിച്ചിട്ടുണ്ട് സ്ക്വയർ പാറ്റേണിൽ യോക്ക് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാ സ്ക്വയർ പാറ്റേണിൽ യോക്ക് വന്നിട്ടുണ്ട്. പോഡ്ലി ബട്ടൺ കൊടുത്തിട്ട് അതിനൊന്ന് ഇച്ചിരി ഒന്ന് ഭംഗിയാക്കിയിട്ടുണ്ട്. ബോട്ടം വരുന്നത് ഇതേപോലെ സ്ട്രൈറ്റ് കട്ട് പാൻ്റായിട്ടാണ് നമ്മൾ ബോട്ടം ചെയ്തിട്ടുള്ളത്. ദുപ്പട്ട ഇതേപോലെ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയുടെ 4 ബോർഡർ പോലെ 4 സൈഡിലും ബോർഡർ പോലെ നമ്മൾ റിംഗിളുടെ തന്നെ ഒരു പീസ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ്. ഒരു പർപ്പിളാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്, പർപ്പിളാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. അടിപൊളി കളക്ഷനാണ്. ക്രേപ്പിൻ്റെ ലൈനിങ് ഫുൾ ബോഡി അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പരാതി ആകെ ഇതിനുള്ളത് ഷോളിൻ്റെ ലെങ്ത് കുറവ് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമുക്കൊരു 3 പീസ് സെറ്റൊക്കെ നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് എത്രയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. എങ്ങനെയാണെങ്കിലും 1000-ന് മുകളിൽ പോകും അല്ലേ. അല്ലെങ്കിൽ മിനിമം ഒരു 1000 രൂപയെങ്കിലും കൊടുക്കാണ്ടൊന്നും എവിടെയും നിങ്ങൾക്കൊരു 3 പീസ് സെറ്റ് കിട്ടില്ല. പക്ഷേ നമുക്ക് ഇത് ഫ്രീ ഡെലിവറിയോട് കൂടിയിട്ട് 680-ന് തരിക എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ ഒരു കോംപ്രമൈസ് നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. അത് സ്റ്റിച്ചിങ് ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ മെറ്റീരിയൽ ക്വാളിറ്റിയിലോ ഒന്നും തന്നെ നമ്മളൊരു എന്താ പറയുക കോംപ്രമൈസ് ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്തേ നമുക്ക് ഈ ഒരു റേഞ്ചിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഇതൊന്നും വലിയ ലാഭത്തിനടുത്ത് അല്ല നമ്മളിത് തരുന്നത്. ഹോൾസെയിൽ റേറ്റിൽ തന്നെയാണ് ഞാൻ ഈ ഒരു കുർത്തി നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്കൊരു 2000-2500 രൂപ വിലയുള്ള കുർത്തി സെറ്റിൻ്റെ ദുപ്പട്ട ചിലപ്പോൾ നിങ്ങൾക്ക് 2.5 അല്ലെങ്കിൽ 2.30 വിഡ്ത്തിൽ കിട്ടുമായിരിക്കും, ലെങ്തിൽ കിട്ടുമായിരിക്കും. പക്ഷേ അതിനപ്പോൾ അത്രയും റേറ്റ് ആവുന്നുണ്ട്. നമുക്ക് ഇത്രയും റേറ്റിൽ ഈ ഒരു ബജറ്റ് റേറ്റിൽ ഈ ഒരു കുർത്തി സെറ്റ് അവൈലബിൾ ആക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. 2 മീറ്ററാണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത്. ബോട്ടം വരിക 38-39 ഒക്കെയാണ് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത്. കുർത്തിക്ക് നമുക്ക് 46-47 ഇഞ്ച് ലെങ്തിലാണ് കുർത്തി ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരു റൗണ്ട് നെക്കാണ് വരുന്നത്. ഒരു സ്ക്വയർ ഷേപ്പിലാണ് നമ്മൾ ഇത്തവണ പാച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു വൈൻ ഷെയ്ഡാണ്, അല്ലെങ്കിൽ പർപ്പിൾ എന്ന് പറയാം.
അടിപൊളി കളറാണ് കേട്ടോ, ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് കണ്ടാലോ. അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല അടിപൊളി ഒരു ബോട്ടിൽ ഗ്രീൻ റിങ്കിൾ റയോണിൽ ചെയ്തിട്ടുള്ളൊരു കുർത്തിയും അതേപോലെ തന്നെ ദുപ്പട്ട വരുന്നത് ഇതേപോലെയാണ്. ഒലീവ് ഗ്രീൻ, ബോട്ടിൽ ഗ്രീൻ, അതേപോലെ ഒരു ലൈറ്റ് ചോക്ലേറ്റ്, അങ്ങനെ എല്ലാം കൂടെ കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ളൊരു ഒരു അബ്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ ജിയോമെട്രിക്കൽ പ്രിൻ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ വരുന്നൊരു പ്രിൻ്റാണ് കേട്ടോ. ഇതേപോലെ വേസ്റ്റ് എലാസ്റ്റിക് കൊടുത്തിട്ടാണ് പാൻറ് ചെയ്തിട്ടുള്ളത്. സ്ട്രൈറ്റ് കട്ട് ബോട്ടമാണ്, വിത്തൗട്ട് ലൈനിങ്ങിലാണ് ബോട്ടം ചെയ്തിട്ടുള്ളത്. കുർത്തി വരുന്നത് ക്രേപ്പിൻ്റെ ലൈനിങ്ങോട് കൂടിയിട്ടാണ്. സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടില്ല, പക്ഷേ ഫുൾ ബോഡി നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. യോക്ക് ഇതേപോലെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ യോക്ക് കൊടുത്തേക്കുന്നത്. യോക്കിൽ ഇതേപോലെ പൊടലി ബട്ടണോടെ കൊടുത്തിട്ട് യോക്കിനെ ഒന്ന് അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി കളർ കോമ്പിനേഷനിലാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലാക്കാണ്, ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ്. കുർത്തി വരുന്നത് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലാണ്. അതിനോട് നമ്മൾ പെയർ ചെയ്തേക്കുന്നത് ഒരു ഡാർക്ക് ആഷ് ബ്ലാക്ക് ഓഫ് വൈറ്റൊക്കെ കൂടി മിക്സ് ആയിട്ടുള്ളൊരു പ്രിൻ്റാണ് കേട്ടോ വന്നിട്ടുള്ളത്. ദുപ്പട്ട വന്നേക്കുന്നത് ബോട്ടം വന്നിട്ടുള്ളതും സെയിം പ്രിൻറ്റിലാണ് കേട്ടോ. ദുപ്പട്ടയും ബോട്ടവും ഒരേ പ്രിൻ്റ് തന്നെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ ഫുൾ വ്യൂ വരുന്നത്. ഇതേപോലെയാണ്. ക്ലോസർ വ്യൂ നോക്കിക്കോളൂ. ഇതേപോലെ ഒരു സ്ക്വയർ യോക്ക് പാറ്റേണിലാണ് നമ്മൾ ഈ ഒരു കുർത്തിക്ക് യോക്ക് കൊടുത്തിട്ടുള്ളത്. സെയിം ദുപ്പട്ടയുടെ സെയിം മെറ്റീരിയൽ തന്നെയാണ് യോക്കിലും സ്ലീവിൻ്റെ എഡ്ജസിലും കൊടുത്തിട്ടുള്ളത്. എ ലൈൻ കൺസെപ്റ്റിലാണ് ഈ ഒരു കുർത്തി കട്ട് ചെയ്തിട്ടുള്ളത്. ക്രേപ്പിൻ്റെ ലൈനിങ് ഫുൾ ബോഡി അറ്റാച്ച്ഡ് ആണ്. സ്ലീവ്സിൽ വന്നിട്ടില്ല, ബോട്ടത്തിൽ നമുക്ക് ലൈനിങ് വരുന്നില്ല. ബാക്കി ഫുൾ ബോഡി നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ ഇതേപോലെ വരും. ഫുൾ വ്യൂ നോക്കിക്കോളൂ, നല്ല ഭംഗിയാണ്. ആ ഒരു നമുക്കൊരു ഇതേപോലുള്ള ഒരു എപ്പോഴും ചെറിയ ഡിസൈൻസ് മാത്രം ഇഷ്ടപ്പെടുന്നവരല്ലാണ്ട് കുറച്ചൊരു വലിയ പാറ്റേണൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് തേർഡ് ഷെയ്ഡ് വരുന്നത്. നമുക്ക് ലാസ്റ്റ് ഷെയ്ഡ് കൂടെ കാണാം അല്ലേ. ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു കോഫി കളറാണ് കേട്ടോ. കോഫി ബ്രൗൺ ആണ് ഷെയ്ഡ് വരുന്നത്. കോഫി കളറിലുള്ള റിങ്കിൾ റയോണിലാണ് നമ്മൾ കുർത്തി ചെയ്തിട്ടുള്ളത്. ദുപ്പട്ട വരുന്നത് ഇതേപോലെ ഒരു ജിയോമെട്രിക് പാറ്റേണിലാണ്. സെയിം കളർ ഒരു ഒരു ഓഫ് വൈറ്റ് കോഫി എല്ലാം കൂടിയിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പാറ്റേണിലാണ് നമ്മൾ ദുപ്പട്ട ചെയ്തിട്ടുള്ളത്. ബോട്ടവും സെയിം മെറ്റീരിയൽ തന്നെയാണ് ബോട്ടവും വരുന്നത് കേട്ടോ. വേസ്റ്റിൽ എലാസ്റ്റിക് കൊടുത്തിട്ടുള്ള സ്ട്രൈറ്റ് കട്ട് പാൻ്റ് ആയിട്ടാണ് നമ്മൾ ബോട്ടം ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു 4 ഷെയ്ഡ്സിലാണ് നമ്മൾ ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കിയിട്ടുള്ളത്. കുറച്ചൊരു ഫിനിഷിങ് കുറവൊക്കെ ഫീൽ ചെയ്യുന്നത് എൻ്റെ കറക്റ്റ് സൈസ് അല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എല്ലാം ഞാൻ വേറെ ഇത്തിരി ലൂസായിട്ടാണ്, കാരണം എനിക്കൊന്നും ഓൾഡർ ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് തൊട്ട് 3XL വരെയാണ് കേട്ടോ. L2 3XL വരെയാണ് നമുക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ മീഡിയംകാർക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 650 രൂപയാണ്. ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കുർത്തി കിട്ടാൻ പോകുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഫസ്റ്റ് ടൈമായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ബെൽ ബട്ടനോട് എനേബിൾ ചെയ്താലേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഓൺ പ്രൊഡക്ഷനിലുള്ള കുർത്തീസ് മാത്രമാണ് ഞാൻ ഈ ഒരു ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുക. ഈ ഒരു ചാനലിലൂടെ ഞാൻ കാണിക്കുന്ന വീഡിയോസും അതുപോലെ ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യും കേട്ടോ. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ ചാനൽ തുടങ്ങിയ സമയം തൊട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് അജ്രാക്ക് വരുന്നുണ്ട്. അതിൻ്റെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിപൊളി പ്രൈസ് റേഞ്ചിലൊക്കെയാണ് അജ്രാക്കൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്രയ്ക്ക് ഒരു ബജറ്റ് റേഞ്ചിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ വലിയൊരു നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ തുടർന്നും ഈ ഒരു സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അനീല. ടേക്ക് കെയർ ആൻഡ് ബൈ.